ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനും അമ്മയും കൂടെ ടൗണിലേക്ക് ഒരു ആവശ്യത്തിന് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ഉന്തുവണ്ടിയിൽ 3 കിലോയ്ക്ക് 100 രൂപ എന്ന് പറഞ്ഞ് ക്യാരറ്റ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വാങ്ങിച്ച് കുറച്ചൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ചു. പിന്നെ നമ്മൾ ബാക്കി കുറച്ചും കൂടി ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് നമ്മളത് വെച്ച് ക്യാരറ്റ് ജാമുൻ ഉണ്ടാക്കിയാലോ എന്ന് ഓർത്ത്. അതിന് വേണ്ടി നമ്മളൊരു 3 ക്യാരറ്റ് എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ നല്ല രീതിയിൽ കളഞ്ഞ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് 2 പ്രാവശ്യം കഴുകി വെള്ളം തോരാൻ വേണ്ടി നമ്മളൊന്ന് മാറ്റി. അതിനുശേഷം നമുക്ക് അതിനെ മിക്സിയിലിട്ട് അരയ്ക്കാൻ പാകത്തിനായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ജാറിലേക്ക് മാറ്റി. ക്യാരറ്റ് ഒന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് അതിനാവശ്യത്തിന് പാലൊഴിച്ച് കൊടുത്തു. ക്യാരറ്റും പാലും കൂടെ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് രണ്ടും നല്ല രീതിയിലൊന്ന് അരഞ്ഞ് നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടി. അതിനെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച് അതിന് ശേഷം നമ്മൾ വേറൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് പുരട്ടി നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ ക്യാരറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് വിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് അടി പിടിക്കുകയോ കരിഞ്ഞു പോവുകയോ നല്ലവണ്ണം ഒന്ന് ഇളക്കി നമുക്ക് ഈ ഒരു പരുവ് എത്തുമ്പോൾ അതിനാവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരം എല്ലായിടത്തും വരത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഈ ഒരു പരുവം മധുരം ചേർത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. അതിനെ നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് നമ്മൾ ഈ ഒരു പരുവത്തിൽ അതിനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ അതിനെ ഉരുട്ടിയെടുത്തതിന് ശേഷം ആവിക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആവിക്ക് വെച്ച് വെറുതെ കഴിക്കാനും അതുപോലെ തന്നെ പാലിലൊക്കെ മുക്കി ക്യാരറ്റ് ജാമുനായിട്ട് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു ഐറ്റമാണ്. ഒരു 10-15 മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം നമ്മൾ അതിനെ മാറ്റി വെച്ച് അതിന് വേണ്ട പാല് നമ്മൾ ഈ ഉരുട്ടി വെച്ചേക്കുന്ന ഈ ക്യാരറ്റ് ഉണ്ടല്ലോ അതിനെ മുക്കാനായിട്ട് ഉള്ള പാല് ഉണ്ടാക്കുവാണ്. ആദ്യം നമ്മൾ പാലെടുത്ത് അതിൽ ഏലക്കയൊക്കെ ഇട്ട് ആവശ്യത്തിന് മധുരമൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കസ്റ്റാർഡ് പൗഡറോ അല്ലെങ്കിൽ കോൺഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതാണ് ഇട്ട് കൊടുത്തത്. കസ്റ്റാർഡ് പൗഡറിനെ നമ്മൾ പാല് കൂട്ടി അത് മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുത്ത് അതിന് ശേഷം നമുക്ക് വേണ്ട ഒരു കോൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ഉരുട്ടി വെച്ച് നമ്മൾ ആവിക്ക് വെച്ച അവിടെ ക്യാരറ്റ് ഉണ്ടല്ലോ അതിനെ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് മിക്സാക്കിയ ശേഷം ഒരു 10-15 മിനിറ്റ് അത് അവിടെ കിടന്ന് തിളക്കണം. അത് കഴിഞ്ഞ് അതിലേക്ക് കാഷ്നട്ടോ കിസ്മിസോ ബദാമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ബദാമോ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ജാമുൻ റെഡിയായി. ഇനി നമുക്ക് കഴിക്കാം മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട്. വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ് നമ്മുടെ ക്യാരറ്റ് ജാമുൻ. നല്ലൊരു ടേസ്റ്റാണ്. നല്ല ആവി വറുക്കുന്ന ക്യാരറ്റ് ജാമുൻ. നല്ല ചൂടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഊതിയാണ് കഴിച്ചത്. കുറച്ചാണ് കഴിച്ചത്. അത്ര കഴിച്ചപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ക്യാരറ്റ് ജാമുൻ ട്രൈ ചെയ്തിട്ടുള്ളവരെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.